തെളിവല്ല. ഉദാഹരണമായിട്ട് രാഷ്ട്രീയക്കാർ പറയുന്നത് എന്താണ്, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ ജനങ്ങളുടെ കോടതിയിലേക്ക് പോവുക. എന്താണ് ജനങ്ങളുടെ കോടതി? ജനങ്ങളുടെ കോടതിയിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങളൊരു വലിയൊരു ക്രിമിനൽ ആയിരുന്നിരിക്കട്ടെ, ഒരു റേപ്പിസ്റ്റ് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനാണെന്നിരിക്കട്ടെ, ചിലപ്പോൾ നിങ്ങൾ ലീഗിൻ്റെ ടിക്കറ്റിൽ മലപ്പുറത്ത് നിന്നാലോ അല്ലെങ്കിൽ CPM-ൻ്റെ ടിക്കറ്റിൽ കണ്ണൂരിൽ നിന്നോ നിങ്ങൾ ജയിച്ചു വരും. അപ്പോൾ എന്താ പറയും, കോടതി എന്നെ വെറുതെ വിട്ടു, കോടതി അംഗീകരിച്ചു. അത് തെളിവിൻ്റെ മാർഗ്ഗമല്ല. തെളിവിൻ്റെ മാർഗ്ഗം എന്ന് പറയുന്നത് സയൻസിൻ്റേതാണ്. അത് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് എവിഡൻസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ, അതല്ല, എന്തിനാണ് തെളിവുള്ളത്, എന്താണ് വസ്തുനിഷ്ഠ, അതനുസരിച്ച് ചിന്തിക്കുക, അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോകുക. അതാണ് ലെറ്റ് എവിഡൻസ് ലീഡുന്നത്. അതൊരു ഹെവി മുദ്രാവാക്യമാണ്. അത് ചുമ്മാ ആളുകൾ പറഞ്ഞു പോകുന്നത് പോലെയല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഗതി വരുമ്പോൾ തന്നെ മിക്കവാറും ഉള്ള ആളുകളെല്ലാം തന്നെ അവിടുന്ന് അകന്നു മാറുകയാണ്. അപ്പോൾ ഈ പാരമ്പര്യവാദം എന്ന് പറയുന്നത് പലരും അവരുടെ ബയസുകൾ, അവർ മുൻവിധികൾ, പിന്നെ എസൻസ് തന്നെ പറയുന്നുണ്ട്, ജാതിപ്പണി, മതപ്പണി, പാർട്ടിപ്പണി. ഒരു ജാതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ജാതികൾക്ക് വേണ്ടി നിലനിൽക്കുക, അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് സ്വതന്ത്ര ഇന്ത്യയും നാസ്തികതയും എന്ന് പറയുക. പിന്നെ മതങ്ങൾ, ഇന്ന മതത്തെ കുറച്ച് വിമർശിക്കാവൂ, ആ മതത്തിന് കുറച്ചുകൂടെ സെൻസിറ്റീവാണ്, നിങ്ങൾ ഈ മതത്തെ വിമർശിച്ചോളൂ, നിങ്ങൾ ആ മതത്തിൽ പിറന്നാണെങ്കിൽ മാത്രം അതിനെ വിമർശിച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ പാർട്ടിപ്പണിയാണ് ഭീകരം. മിക്കവാറും കേരളത്തിലെ യുക്തിവാദികളും ഈ പാരമ്പര്യമായിട്ടുള്ള ആളുകളും എല്ലാം തന്നെ ഏതെങ്കിലും പാർട്ടിയുടെ വോട്ട് ശതമാനം കൂട്ടുന്നതിനെയും കുറയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ വ്യാകുലപ്പെടുന്നവരാണ്. ഇപ്പോഴും എസൻസ് ഗ്ലോബലിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ ആരോപിക്കുന്നത്, എസൻസ് ഗ്ലോബൽ, ഞാൻ ഈ അടുത്തിടെ ഒരെണ്ണം കണ്ടത്, എസൻസ് ഗ്ലോബൽ വന്നതിന് ശേഷം BJP-യുടെ വോട്ട് 20% മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 എസൻസ് ഗ്ലോബൽ വരുന്നത്. അത് കഴിഞ്ഞ് 2021 BJP-യുടെ വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്, ലോക്സഭ അസംബ്ലി ഇലക്ഷൻ. എന്നിട്ട് ലോക്സഭ ഇലക്ഷനിൽ കൂടുകയാണ് ചെയ്തത്. അപ്പം കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നോക്ക് ഇവരൊക്കെ ആഞ്ഞു പിടിച്ചിട്ട് ഞങ്ങൾ കുറച്ചു, കൂടിയപ്പോൾ പറഞ്ഞത് ഇവർ കാരണം കൂടി.